ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ വികാരം കൂടുതലുള്ള ചില ദിവസങ്ങളിൽ പങ്കാളി ആഗ്രഹിക്കുന്ന രീതികളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ മെൻ്റൽ ബോഡി ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നേടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ ശരീരത്തെ സംബന്ധിച്ച് വിശപ്പ് ഒരാവശ്യമാണ്, ഒരു വികാരമാണ്. അതിനെ നമുക്ക് സംതൃപ്തിപ്പെടുത്തിയേ പറ്റൂ. ചില സമയത്ത് നമുക്ക് എന്തൊക്കെയോ തിന്നാനൊരു കൊതി വരും. അതൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ സാധിക്കുന്നുമുണ്ട്. ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും. ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാനൊരു കൊതിയുണ്ട്. കാമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് തീവ്രത കൂടുതലാണ്. ഇപ്പം സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് ചില ദിവസങ്ങളിൽ അവർക്കിതിനോടുള്ള ആഗ്രഹം ശക്തമായിട്ടുണ്ട്. അടിക്കാൻ വേണ്ടി മാത്രമല്ല, എന്തൊക്കെയോ കട്ടിക്ക് ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹം. എന്നുവെച്ചാൽ മൊത്തത്തിൽ ശക്തമായിട്ടുള്ളൊരു റിലാക്സേഷൻ ആവശ്യമായിട്ട് വരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ തന്നെയാണ്. ചില സമയത്ത് ഈസ്ട്രജൻ്റെ കൂടെ ടെസ്റ്റോസ്റ്ററോണും കൂടുതലായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഈ സമയത്ത് യോനി ഭാഗത്ത് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് മനസ്സ് അവിടേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഈ സമയത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മറ്റ് സമയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. പങ്കാളിയോട് ഒരു പ്രത്യേക അടുപ്പം കൂടുതലായിട്ട് കാണിക്കും, കൂടുതലായിട്ട് സംസാരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നും. കൂട്ടുകാരോടാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തിട്ട് മനഃപൂർവ്വം സംസാരിക്കും. അതുപോലെ ലിംഗം കൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾക്ക് ഈ സമയത്ത് കുറച്ച് പ്രാധാന്യം കൂടുതലാണ് കേട്ടോ. ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ദിവസങ്ങളൊക്കെ അവർക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അതനുസരിച്ചുള്ള ട്രീറ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നതും. എന്നുവെച്ചാൽ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഒരു ഫുൾ ബോഡി റിലാക്സേഷൻ ഫീൽ ചെയ്യണം. രതിമൂർച്ച നേടാനായിട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുമ്പോൾ മനസ്സ് പല കാര്യങ്ങളും മോഹിക്കാറുണ്ട്. സന്തോഷമുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഈ സമയത്തെ ഫാൻറ്റസി ചില പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ കർമ്മം പോലെ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവരോട് ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തത്. കാരണം ഇതിനകത്ത് സ്നേഹത്തിൻ്റേതായ ഒരു ഹോർമോണും പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഓക്സിറ്റോസിൻ. അതുകൊണ്ടാണ് മാറിടത്തിൻ്റെ ഭാഗത്ത് ഇത്രയും പ്രാധാന്യം വരുന്നത്. അവിടെ എന്ത് ക്രിയകൾ ചെയ്താലും സ്നേഹത്തിൻ്റെതായൊരു ഫീലിങ്സ് ആയിരിക്കും ബ്രെയിൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹമുള്ള പങ്കാളിയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മൂഡിലേക്ക് വരാൻ സാധിക്കുന്നത്. ഇനി വലിയ സ്നേഹമൊന്നും ഇല്ലെങ്കിലും വേണ്ടുമില്ല, പക്ഷെ അവൻ അനിഷ്ടം ഉണ്ടാകരുത്. ഈ ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് പുറമേ ദേഷ്യപ്പെടുന്ന രീതിയുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ശാരീരികമായ ആവശ്യം മാത്രമല്ല, മാനസികമായിട്ടുള്ളൊരു വികാരം കൂടാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പുരുഷന് ഏറ്റവും കൂടുതൽ നിയന്ത്രിച്ച് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയാണ്, ഏത് മെത്തേഡാണ്, അതാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഈ സമയങ്ങളിൽ അവരുടെ മാനസിക ഉല്ലാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ അടിക്കുന്നതിന് മുമ്പ് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കുറേ ക്രിയകളുണ്ട്. എന്നുവെച്ചാൽ പല രീതിയിൽ പെരുമാറിയിട്ട് അവസാനം സ്ട്രോക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സംതൃപ്തി കിട്ടുന്നത്. എന്തുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനൊരു രീതി അവർക്ക് ചില ദിവസങ്ങളിൽ കൊടുക്കുന്നത്? എന്നുവെച്ചാൽ അവർക്ക് ഇണയോട് കൂടുതൽ അടുക്കാനും കൂടുതൽ ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നാനും അവരോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുമാണ്. അതുകൊണ്ടാണ് ഈ സ്നേഹത്തിനും കെയറിങ്ങിനും ഒക്കെ കൂടുതൽ പ്രാധാന്യം സ്ത്രീ പങ്കാളികൾ കൊടുക്കുന്നത്. അതുപോലെ ഓവുലേഷൻ്റെ സമയത്തും ഇതുപോലുള്ളൊരു പ്രതിഭാസം ഫിസിക്കലി ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ആത്മവിശ്വാസം തോന്നാറുണ്ട്. അതുപോലെ കുറച്ച് ഹാർഡ് നേച്ചറുള്ളവരെ സംബന്ധിച്ച് വാഗൊണ്ട് ചെയ്യുന്ന എല്ലാ രീതിയും ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ചിലരെ സംബന്ധിച്ച് ഈ മെത്തേഡുകളൊക്കെ ഇങ്ങനെ മാറി മാറി ചെയ്യുന്നതാണ് ഒരു രസമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കാമത്തിൻ്റെ ഊർജം കൂടുതലായിട്ടുള്ളത് കൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് വേണം അവരോട് പെരുമാറാൻ. തന്നെയല്ല, ഈ ദിവസങ്ങളിൽ മറ്റുള്ള പ്രശ്നങ്ങൾക്ക്, ടെൻഷന് ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കരുത്. എത്രത്തോളം ശാന്തമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നത് അത്രത്തോളം ഇതിനകത്ത് ആനന്ദവും സംതൃപ്തിയും കൂടും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.